നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിജീഷ് ചെട്ടിയാർ. വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ. ഇതെങ്ങനെയുണ്ട് ഈ പച്ചക്കുളം? അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഏഴൂര് ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഇതെവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരൂരിൽ നിന്ന് ഏഴൂരിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഏഴൂര് അങ്ങാടിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പുല്ലൂർ എത്തുന്നതിന് മുന്നേ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കവാടം കാണാം. അതിനുള്ളിലൂടെ പോയാൽ ആ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്താം. അത് തിരൂരിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കുളമാണ് ആദ്യം തന്നെ പച്ച നിറത്തിൽ നമ്മൾ കാണിച്ചത്. ഇതൊരു ഇടുങ്ങിയ വഴിയാണ്, വല്ലാണ്ട് വണ്ടികളൊന്നും അധികം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ രാധാകൃഷ്ണൻ സാറെ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നേരെ പോയാൽ ഈ കാണുന്നതാണ് ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുറത്തുനിന്ന് ചെറുതായിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ പുനർനിർമ്മിക്കപ്പെട്ടത് ഒരു 200 വർഷത്തിന് മുൻപൊക്കെയാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആണ് ഇതിൻ്റെ ശിവൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ശ്രീകോവിലുകൾ തുല്യ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഉള്ളത്. പിന്നെ പാർവതി ദേവി, ഗണപതി, ദക്ഷിണാമൂർത്തി എന്നിവയും ഇതിൻ്റെ അകത്ത് 4 അമ്പലത്തിനകത്ത് തന്നെ പ്രത്യേകം ശ്രീകോവിലുകളിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വൈഷ്ണവ സാള ഗ്രാമവും ധർമ്മശാസ്താവിൻ്റെയും പ്രത്യേകം ഇടങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് ഭാഗത്തായിട്ട് യതീശ്വരൻ്റെ ഒരു സങ്കല്പമുണ്ട്. പിന്നെ ഇവിടെ കാര്യമായിട്ട് മകരമാസത്തിൽ തൈപ്പൂയം ആണ് ആഘോഷിക്കുന്നത്. കൂടാതെ കുംഭമാസത്തിൽ മഹാശിവരാത്രി, പിന്നെ സ്കന്ദ ഷഷ്ഠി, അങ്ങനെ ഉള്ള പ്രത്യേകം ദിവസങ്ങളിലാണ് അതൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ കുളം. എന്ത് ഭംഗിയുണ്ട് അത് കാണാൻ. അതിൻ്റെ പച്ച നിറത്തിലുള്ള വെള്ളം തന്നെ കണ്ടില്ലേ. ഇവിടെ വന്നാൽ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് പോകും. അതിൻ്റെ ശരിക്ക് കുളത്തിൻ്റെ അടിഭാഗം വരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ തിരൂരിലൊക്കെ വരുമ്പോൾ ഇത് ചെറിയൊരു അമ്പലമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ അറിയപ്പെടാത്ത ചെറിയ അമ്പലങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ തിരൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ്, ഷെയർ ഒക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ സാധാരണ ഗ്രാമങ്ങളിലുള്ള കുറച്ച് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി പുതിയ വീഡിയോകളിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ.